ദാവത്ത് ദീനെ പറ്റി ഇന്നും ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. SSKF-ഉം സുന്നത്ത് ജമാഅത്തിനും രണ്ടും ഒന്നാക്കണം. എല്ലാ നേതാക്കളോട് പറഞ്ഞു നിങ്ങൾ കളിക്കല്ല. ഇതിന്റെ രഹസ്യം നിങ്ങൾക്കറിയാവോ? അന്ന് എറണാകുളത്തുള്ള സന്ദർഭത്തിൽ ഞാൻ AP-ന്റെ കൂടെ അല്ല, അന്നും ഞാൻ സ്നേഹിച്ചത് EK ഉസ്താദിനെയാണ്. ഷേഖുന മടൂർ അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറൽ അസീസ് മകനാക്കാട്ടി അധികം എന്നെ സ്നേഹിച്ചിരുന്നു മഹാനവർകൾ. കുട്ടിച്ചേര പോയി. ഞാൻ വളരെ സന്തോഷത്തോട് എറണാകുളം ഒരു സമ്മേളനമുണ്ട്, അത് വിജയിക്കുമെന്ന് എനിക്ക് തോന്നില്ല, EK ആയിരിക്കും വിജയിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് വലിയുള്ളാഹി മടൂർ അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറൽ അസീസ് ഉടനെ എണീച്ചിരുന്നു. പറഞ്ഞേ തോബ ചെയ്യുക, തോബ ചെയ്യുക. മുഖം ചോന്നുപോയി. എല്ലാം കൂടി പേടിച്ച് ഞാൻ പറഞ്ഞു തോബ ചെയ്തു. മുസ്ലിയാരെ, എന്താണ് നിങ്ങൾ പറയുന്നത്? EK നിങ്ങൾ അമ്മാമനല്ലേ? പറഞ്ഞു ഉള്ളാളം തങ്ങൾ AP വിഭാഗം ഹക്കാണ്, ഉള്ളാളം തങ്ങൾ AP വിഭാഗം ഹക്കാണ്. ഹക്ക് ഹക്കാവ്. എറണാകുളം സമ്മേളനം വിജയിക്കൂ. CM ഇബ്രാഹിം പോവുക, എറണാകുളം പ്രസംഗിക്കുക. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങോട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഉടനെ ഞാൻ ഇറങ്ങി. അന്ന് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവാണ് ഈ പറഞ്ഞ BB അബ്ദുള്ള കോയ. ഉടനെ എനിക്ക് ഫോൺ ചെയ്തു, CM അവർകളെ നിങ്ങൾ പോവാൻ പാടില്ല. ഞാൻ പറഞ്ഞു മഹാനവർകളെ, എന്റെ ഹൈക്കമാൻഡ് എനിക്ക് ഉത്തരവ് കൊടുത്തു കഴിഞ്ഞു, ഞാൻ പോവാണ്ട് നിൽക്കാൻ പറ്റൂല. അതിന്റെ ശേഷം കരുണാകരൻ വിളിച്ചു. കരുണാകരൻ പറഞ്ഞു ഹൈക്കമാൻഡ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എറണാകുളം പോവാൻ പാടില്ല. ഞാൻ കരുണാകരനോട് പറഞ്ഞു കോൺഗ്രസിന്റെ കസാല എനിക്കൊരു പുല്ലാണ്. എന്റെ ഷേഖ് മടൂർ അബൂബക്കർ മുസ്ലിയാർ ഉത്തരവിട്ട് കഴിഞ്ഞു, കോൺഗ്രസ് ഇല്ലെങ്കിലും സാരമില്ല, ഞാൻ എറണാകുളം പോകും. ലീഗിന്റെ നേതാക്കളോട് അന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ കളിക്കുന്നത് AP-ന്റെ കൂടെ അല്ല, അള്ളാന്റെ വലിയുന CM വലിയുള്ളായി അവര് ഉത്തരവിട്ട് കഴിഞ്ഞു, നിങ്ങൾ ഇനി വിജയിക്കൂല. അന്ന് എറണാകുളം നടന്ന സംഭവം എന്താ? ലക്ഷക്കണക്കിന് ആൾക്കാർ. ഇത് കണ്ട് ഞാൻ പറഞ്ഞു, ഇപ്പോങ്കിൽ നിങ്ങളൊന്ന് തീർത്തിക്കൂടെ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ രണ്ട് വിഭാഗത്തിൽ രണ്ട് SKSSF എന്ന് പറഞ്ഞ ഉള്ള എന്തെന്നായിലുള്ള ഇപ്പൊ ഏതെങ്കിലും ഒന്ന് തൊടാൻ പറ്റിയതുണ്ടോ? പാവം ആ അസ്ഹറി തങ്ങള് അന്ന് ഞാൻ മിനിസ്റ്ററുടെ കാലത്ത് ഞാൻ തങ്ങള് കണ്ടു. ഞാൻ ലീഗാരെ വിളിച്ച സമ്മേളനത്തിന് ഞാൻ നിരാകരിച്ചിട്ടില്ല. ജാമിയ നൂറിയ സനത് ദാനം ഉദ്ഘാടനം ചെയ്തത് ഈ CM ഇബ്രാഹിമാണ്. ഞാന് ലീഗിന്റെ മുകളിലോ SKSSF-ന്റെ മുകളിലോ എനിക്ക് ദേഷ്യമില്ല. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ചെയ്തോണ്ട് പോയാൽ, നിങ്ങൾ പാഠം പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അടിയാളം കേരളത്തിൽ ഉണ്ടാവൂല. അതാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത്. വളരെ എനിക്ക് വേദനിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇന്ന് മർക്കസ് AP ഉസ്താദ് പാർട്ടിയല്ല. ഞാൻ കോഴിക്കോട് ഇലക്ഷൻ നിന്നേരം AP ഉസ്താദ് എന്നെ സഹായിച്ചിട്ടില്ല. എനിക്ക് പരാതിയില്ല. കാരണം ഇവിടെ സുന്നത്ത് ജമാഅത്തുള്ളത് രാഷ്ട്രീയക്കാരെ ജയ് വിളിക്കാനല്ല. സുന്നത്ത് ജമാഅത്തുള്ളത് നാരെ തക്ബീർ അല്ലാഹു അക്ബർ എന്ന് വിളിക്കാനാണ്. നേതാക്കന്മാരും മന്ത്രിമാരും തെറ്റിയതാൽ ആ മന്ത്രിമാരെ പിന്നിൽ തലയെക്കെട്ടും വെച്ചിട്ട് മന്ത്രിമാരെ ജയ് വിളിച്ചാൽ കാണാൻ എത്ര സുഖം ഉണ്ടാവും. ഇത് ആരെങ്കിലും രാഷ്ട്രീയക്കാരാ നിങ്ങൾ ചിന്തിച്ചിനോ? ആലിമിന്റെ സ്ഥാനം എന്താ? ഉലമാക്കളുടെ സ്ഥാനം എന്താ? ഇത് രാഷ്ട്രീയക്കാരാ ഇനി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇതിന്റെ അസ്തിത്വം ഉണ്ടാവൂല എന്ന് പറയാനാണ് ഇന്ന് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. അൽഹംദുലില്ലാഹ് ഇന്നും ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. ഈ രണ്ടിനും എങ്ങനെയെങ്കിലും ഒന്നാക്കണം. പക്ഷെ ചില സോഡാ കുപ്പികൾ ഉണ്ടായില്ല. ഇത് ഒന്നായി പോയാല് ഓല പീടിയ അങ്ങ് പൂട്ടിപ്പോവൂലേ? അതാണ് അവർക്കുള്ള ഏറ്റവും വലിയ ചേകണ്ണൂർ. ഞാൻ 5 കൊല്ലം മുമ്പ് 2 കൊല്ലം മുമ്പ് CBIന്റെ ഡയറക്ടർ, 5 കൊല്ലം മുമ്പ് CBIന്റെ ഡയറക്ടർ, 2 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 കൊല്ലം മുമ്പ് CBIന്റെ ഡയറ
AP ഉസ്താദിന് നോട്ടീസ് കൊടുക്കുമ്പോ ഡയറക്ടർ ഞാൻ സ്വയം പറഞ്ഞു, വല്ലതെന്തെങ്കിലും CBI-ക്കാർ എന്തെങ്കിലും തെറ്റ് അഗൗരവം കാണിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഒട്ടാകെ മാത്രമല്ല ഇന്ത്യ നാട്ടിൽ തന്നെ തീ ഒഴിക്കുന്നു. ഉടനെ CBI-ക്കാർ എൻക്വയറി നടത്തി മാന്തി 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 എന്താ കിട്ടിയ ചെരുപ്പ്, പഴയ തുണി, ചേകന്നൂർ ഏരിയ ഉള്ളതെന്ന് ഇതുവരെ അവർക്ക് കൊടുത്താൻ കിട്ടിയിട്ടില്ല. അവസാനം അൽഹംദുലില്ലാഹ് സുപ്രീം കോടതി വരെ പറഞ്ഞു. ഇത് എനിക്കൊരു വിശ്വാസം, ഖയാമത്ത് വരെ മർക്കസു സഖാഫത്തു സുന്നിയ അൽഹംദുലില്ലാഹ് ഇനി ഉയർന്നുകൊണ്ട് പോകുന്നല്ലാണ്ട് ഇത് തകരൂല. മർക്കസിന് കാവലാര മന്ത്രിയാ അല്ല. ഒരു ഭാഗത്ത് ഷെയ്ഖുന മടൂർ അബൂബക്കർ മുസ്ലിയാർ, രണ്ടാമത്തെ ഭാഗത്ത് വടകര മുഹമ്മദ് ഹാജി മഹാനവർകൾ ഖദ്ദസല്ലാഹു സിർറഹു. താടിയില്ലാത്ത എനിക്ക് ഈ വിഷയം മനസ്സിലായിട്ടില്ലെങ്കിൽ SKSന്റെ മുസ്ലിയാർക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാല് എന്തോരം ഹംക്കിങ്ങളാ. കിതാബ് ഓതാത്ത എനിക്ക് അള്ളാഹ് തൗഫീഖ് കൊടുത്തിന്, ഇവർക്ക് അള്ളാഹ് എപ്പോഴാ തൗഫീഖ് കൊടുക്ക റബ്ബേ? പിണറായി വിജയൻ വന്ന് തെറ്റ അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിൽ 3 ദിവസം ഒരു യഹൂദി അതിഥിയായി നിന്ന് 3-ാമത്തെ ദിവസം വയറ് വെടുക്കായി കിടക്കുന്ന വസ്ത്രം നശിപ്പിച്ചു. യഹൂദി മടങ്ങിപ്പോയി. അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം അത് ക്ലീനാക്കിക്കൊണ്ട് നിൽക്കുമ്പോ വാള് മറന്നുപോയ യഹൂദി തിരിച്ചു വന്നു, കണ്ടു. കണ്ടപാട് പറഞ്ഞതെന്നാ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിൽ 3 ദിവസം യഹൂദി താമസിച്ച കഥ എനിക്ക് അറിഞ്ഞൂടെ? ഇവർക്ക് ലീഗിന്റെ പാടല്ലാണ്ട് കിതാബ് വായിക്കുന്ന വിട്ടുപോയി. ഇവർക്കുള്ളത് ഈ അഹമ്മദ് ഏത് സ്റ്റേഷനിലാണ് വരുന്നത്, കുഞ്ഞാലിക്കുട്ടി ഏത് ബസ്സിലാണ് വരുന്നത്. അവർക്ക് സിന്ദാബാദ് വിളിക്കുന്നല്ലാണ്ട് ബാങ്ക് കൊടുക്കാനും സാമത്ത് കൊടുക്കാൻ അറിയാവോ മക്കളെ നിങ്ങൾക്ക്? ഇത് വിട്ടു തോബ ചെയ്യുക, മടൂർ പോവുക, തോബ ചെയ്യുക. തോബ ചെയ്ത് ഇന്ന് മർക്കസു സഖാഫത്തു സുന്നിയ മുസ്ലിം സമുദായത്തിന്റെ ഒരു അഭിമാനമല്ലേ? കാശ്മീർ മുതൽ കന്യാകുമാരി വരെ 12,000 മക്കളെ വെച്ച് ഭക്ഷണം കൊടുത്ത് ദീനിയായ വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സ്ഥാപനം ഇന്ത്യയിൽ അത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് മർക്കസു സഖാഫത്തു സുന്നിയ. ഞാൻ ഇന്ത്യന്റെ മന്ത്രി 1-ാമത്തെ മന്ത്രിയായി കണ്ടതല്ലേ? ദേവഗൗഡയും വന്ന്, പിണറായിയും വരും, ഓന്റെ വെല്ലുപ്പാപ്പിയും വരും, ആവശ്യമുണ്ടെങ്കിൽ എല്ലാരും വരും. മർക്കസിലേക്ക് ആരും വരാൻ പാടില്ല എന്നുള്ള നിർബന്ധമില്ല. അവിടെ പാർട്ടിയില്ല. അവിടെയുള്ള പാർട്ടി സുന്നത്ത് ജമാഅത്ത് മാത്രം പാർട്ടി. നിങ്ങൾ നോക്കണം, പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഏത് ഭാഗത്ത്? ഒരു ഭാഗത്ത് നിന്ന് BJP, ഒരു ഭാഗത്തുനിന്ന് മുജാഹിദ്, ഒരു ഭാഗത്തുനിന്ന് ഹുസൈൻ മടൂർ. അത് പോരാന്ന് വെച്ച് SKSSF, പിന്നെ അതിന്റെ ഒക്കെ ലീഗ്. ഇത് എല്ലാത്തിനും എതിർക്കാനുള്ള ശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മഹാന്മാരെ കൈവല്ലേ എന്റെ സ്നേഹിതന്മാരെ? ഇപ്പൊ മുജാഹിദ് അങ്ങനെ എതിർക്കുന്നില്ല, അവർക്ക് മനസ്സിലായിപ്പോയി. ഞാൻ ഹുസൈൻ മടൂറിനോട് പറഞ്ഞു, എല്ലാ മുജാഹിദ് കാണാൻ കറുത്തിട്ടുള്ള, നീ ഒരു മാത്രം വെളുത്തിട്ടേ ഉള്ളൂ. അപ്പൊ എന്നോട് ചോദിച്ചത് എന്തുകൊണ്ടാണ്? അത് മടൂർ എന്നുള്ള പേരിന്റെ ബർക്കത്തുകൊണ്ടാണ് എന്റെ കളറ് മാറിപ്പോയത്. കാരണം 1-2 കറാമത്താണോ? ഞാൻ 20-25 കൊല്ലം മുസ്ലിയാരെ കൂടെ നടന്നവനാണ്. അന്ന് 10 പൈസ എന്റെ കീശയിലില്ല. എനിക്ക് പണി പള്ളി എടുപ്പിക്കല്. ഞാൻ മുസ്ലിയാരോട് പോയി ചോദിച്ചു, മുസ്ലിയാരെ
പള്ളി എടുത്തു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും എടുക്കാൻ പറ. കീശയിൽ 10 പൈസയിലെ പെൺകുട്ടികളുണ്ട്, ഇതുവരെ വീട് എടുത്തിട്ടില്ല, ഇനി ഒരു വീട് എടുക്ക്. ഞാൻ പറഞ്ഞു അള്ളാഹിന്റെ വീട് ഞാൻ എടുക്കും, അള്ളാഹ് എന്റെ വീട് എടുക്കുമെന്ന്. മുസ്ലിം ഒറ്റ എണീച്ചിരിക്കല് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും ഈമാനും ഇസ്സത്തും എനിക്ക് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞ മുസ്ലിം അത് മാത്രം പറഞ്ഞാ പോരാ, പൈസയും വേണം. മുസ്ലിം ചിരിച്ചോണ്ട് പറഞ്ഞു അള്ളാഹ് ഏറ്റവും പൈസ എനിക്ക് കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ് ഇന്ന് ഞാൻ സ്വന്തമായി 100 കോടി രൂപയുടെ സ്ഥാപനങ്ങൾ ഞാൻ നടത്തുന്നുണ്ട്. കൈക്കൂലി മേടിച്ചതല്ല, ഹക്കായ പണം. ഇൻഷാ അല്ലാഹ് ഈ കൊല്ലം തന്നെ 2 സാദാത്യങ്ങള്, 2 ആലിമികള്, ഒന്ന് ഉള്ളാളം താജുൽ ഉലമ ഉള്ളാളം തങ്ങള്, ഒന്ന് കുമ്പോളത്തെ തങ്ങള്, ഒന്ന് ഷേഖുന AT അബൂബക്കർ മുസ്ലിയാർ, രണ്ടാമത് സയ്യിദിയിലെ MA ഉസ്താദ് അവർകൾ, 4 മഹാന്മാരെയും കോഴിക്കോടിൽ വെച്ച് പൊന്നിലിട്ട് തൂക്കിയിട്ട് ആ പൊന്ന് സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ആ പൈസ ചെലവ് ചെയ്യണമെന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പൂർത്തിയായി കൊടുക്കട്ടെ എന്ന് നിങ്ങൾ ദുആ നിങ്ങളോട് അഭിമാനിക്കുന്നു. അതേത് കൈക്കൂലി മേടിച്ച പൈസയില്ല, കൈക്കൂലി മേടിക്കേണ്ട എനിക്ക് ആവശ്യമില്ല. ഇൻകം ടാക്സ് കൊടുത്ത് BJP-ക്കാരും ചേകണ്ണൂർക്ക് തപ്പിയ പോലെ എനിക്കും തപ്പി 5 കൊല്ലം. ആദ്വാനി പകോടിയ അല്ല. ഞാൻ പറഞ്ഞ അമ്മക്കെ എന്ത് കിട്ടാനാ? ഇൻകം ടാക്സ് ആരോട് കണക്ക് കൊടുക്കാൻ വേറെ ഒരു നോക്കിയിട്ട് പറഞ്ഞേ ബെസ്റ്റ് കണക്കാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്താൽ 1 ചെയ്താൽ 10 കൊടുക്കൂ. ഇത് അല്ലാഹ് പറഞ്ഞതല്ലേ? ആ അനുഭവം ഷേഖുന CM വലിയുള്ളാഹിന്റെ കറാമത്തുകളിൽ ഏറ്റവും വലിയ ഒരു കറാമത്താണ്. എനിക്ക് സാധാരണ ചെവി വേദന ബോംബെ, ഡൽഹി എല്ലായിടത്തും പരിശോധിച്ച് ഡോക്ടർമാർ പറഞ്ഞ് വലിയ ഓപ്പറേഷനാണ്, ഇല്ലെങ്കിൽ ശരിയാവില്ല. നവംബർ ഡിസംബർ 2 മാസം വരുമ്പോ ചെവി നാറിയിട്ട് നിൽക്കാൻ പറ്റൂല. ആടാ മഹാനവർകൾ കുട്ടിച്ചെറെല്ലാരും പോയി ഷേഖെ ഇങ്ങനെ വേദന ഉണ്ട്, അത് വേണ്ട. വല്ലാഹി സത്യം ഇതുവരെ ആ വേദന വന്നിട്ടില്ല. ഡോക്ടർമാര് ചെവി നോക്കിയിട്ട് ചോദിക്കും നീ എവിടുന്ന ഓപ്പറേഷൻ ആക്കി? ഞാൻ പറഞ്ഞു കോഴിക്കോട് കുട്ടിച്ചേര ഒരു ആശുപത്രി ഉണ്ട്, അവിടെ നിന്ന് ആക്കിയതാണ്. ഇങ്ങനത്തെ അനവധി മുഖാം എടുപ്പിച്ചാറ് മഹാനവറുകൾ ഒരു ദിവസം പോരം പറഞ്ഞ് എന്റെ ബാപ്പാന്റെ മുഖാമുണ്ട്, CM-നെ ഞാൻ ഏൽപ്പിച്ചു, എടുക്കണം. മുഖാമിന്റെ പണി തുടങ്ങി. ആശാരി, പെരുന്തേരി എല്ലാം മുസ്ലിമാണ്, വേറെ ഒന്നിനും കൊണ്ടുവരാൻ പറ്റൂല. പെരുന്തേരിനെ കിട്ടിയ ആശാരിനെ കിട്ടൂല, ആശാരിനെ കിട്ടിയ പെരുന്തേരിനെ കിട്ടൂല. 1.5 കൊല്ലം ലീഗാർ പോയി പരാതി പറഞ്ഞു. CM രാഷ്ട്രീയക്കാരനെ നിങ്ങള് ബാപ്പാന്റെ മുഖാമിന്റെ പണി എടുപ്പിക്കുന്ന പോലും എടുപ്പിച്ചിട്ടില്ല, നിർത്തിക്കളഞ്ഞിന്. എന്റെ ഷേഖ് പറഞ്ഞ് സമയം വന്നാൽ ആ പണി പൂർത്തിയാകും. CM-നെ ഏൽപ്പിച്ചു കഴിഞ്ഞു, അവർ അത് ചെയ്താൽ മതി. എന്റെ സ്നേഹിതന്മാരെ വല്ലതാരെങ്കിലും മുജാഹിദ് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർ കേൾക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തൗഫീഖ് കൊടുക്കുമാറാകട്ടെ.